ഗൈസ്, ഐ ലീഗിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. നമുക്കറിയാലോ, ഹാഫ് ഓഫ് ദി സീസൺ കഴിഞ്ഞ സമയത്ത് നാംദാരി FC ആയിരുന്നു പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ആ 12 മത്സരങ്ങൾക്ക് ശേഷം അവരുടെ ഒരു നില അത്ര മികച്ചതായിരുന്നില്ല. ഇന്ന് നടന്ന മത്സരം അടക്കം 4 മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. തോൽവിയും സമനിലയൊക്കെയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് ആ പറഞ്ഞ ടോപ്പ് ഓഫ് ദി ടേബിളിൽ നിൽക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതൊന്നും പോരാഞ്ഞിട്ട് അവർക്ക് മറ്റൊരു തിരിച്ചടി കൂടി നേരിടുകയാണ്. ഇത് മറ്റൊരു ടീമിന് ഗുണകരമാവുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്റർകാഷിക്കെതിരെ നടന്നിട്ടുള്ള മത്സരത്തിൽ 2-0 എന്ന് പറയുന്ന സ്കോറിൽ നാംദാരി മുമ്പ് വിജയിച്ചിരുന്നു. അപ്പം ആ മത്സരത്തിൽ ഒരു ഇനെലിജിബിൾ ആയിട്ടുള്ള, അതായത് സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ നാംദാരി കളിപ്പിച്ചിരുന്നു. അപ്പം അത് ഒരു കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള 3 പോയിന്റും ആ മത്സരം ഒരു 3-0 എന്ന നിലയിൽ ഇന്റർകാഷിക്ക് ഒരു വിജയം തരുന്ന തരത്തിലേക്കായിരിക്കും ഇനി പോയിന്റ് ടേബിളിൽ കാര്യങ്ങൾ മാറി മറിയുക എന്നുള്ളതാണ്. സോ ഇത് നാംദാരിക്ക് ഒരു വലിയ പണി തന്നെയാണ് കിട്ടുക. ഓൾറെഡി അവർക്ക് പ്രശ്നങ്ങൾ നേരിടുന്നു, അതിനോടൊപ്പം തന്നെയാണ് ഇത് വരുന്നത്. എന്നാൽ ഇന്റർകാഷിക്ക് അത് ഒരു വലിയ ഗുണമായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാണെങ്കിൽ ഇന്ന് നാംദാരിക്ക് ഒരു മത്സരം ഉണ്ടായിരുന്നു. പോയിന്റ് ടേബിൾ 1-ാമത് നിൽക്കുന്ന ചർച്ചിൽ ബ്രദേഴ്സിന് എതിരെയായിരുന്നു ആ ഒരു മത്സരം. അതിൽ ഒരു 1-1 സമനിലയിൽ പിരിയുകയായിരുന്നു. സോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോയിന്റ് ടേബിളിൽ 2-ാമതായിട്ട് നിൽക്കേണ്ട ടീമാണ് നാംദാരി 26 പോയിന്റുമായിട്ട്. ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് ആണ് 1-ാമതുള്ളത്, 16 മത്സരങ്ങളിൽ 29 പോയിന്റ്. സെയിം നമ്പർ ഓഫ് മാച്ചസ് തന്നെയാണ് നാംദാരി കളിച്ചിട്ടുള്ളത്. ഇനിയും 16-ാമത്തെ ഒരു മത്സരങ്ങൾ പല ടീമുകളും കളിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഇനിയിപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. അതിനോടൊപ്പം ഇന്ന് മറ്റൊരു റിസൾട്ടും ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. 2-ാം സ്ഥാനത്ത് നിന്ന റിയൽ കാശ്മീരിനൊരു തോൽവി നേരിടേണ്ടി വന്നു. രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ 4-0 എന്ന് പറയുന്ന സ്കോറിലാണ് തോറ്റത്. ഇതോടുകൂടി അവരുടെ ഒരു കാര്യവും താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ എന്താണെങ്കിലും ഗോൾ അടിച്ചിരിക്കുന്നത് ഇന്റർകാഷിക്ക് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ പോയിന്റ് ടേബിൾ 1-ാമത് നിൽക്കുന്ന ചർച്ചിൽ ബ്രദേഴ്സ് തന്നെയാണ് 16 മത്സരങ്ങളിൽ 29 പോയിന്റായിട്ട്. എന്നാൽ ഇപ്പോൾ ഇന്റർകാഷിക്ക് 28 പോയിന്റ് ഉണ്ട്. പക്ഷേ അവർ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. അടുത്ത മത്സരം ഡൽഹിക്കെതിരെ അടുത്ത ദിവസം നടക്കുന്ന മത്സരത്തിൽ അവർക്ക് വിജയിക്കാനായാൽ പോയിന്റ് ടേബിൾ 1-ാമതായിട്ട് എത്താൻ ഇന്റർകാഷിക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 3-ാം സ്ഥാനത്താണ് റിയൽ കാശ്മീർ ഉള്ളത്. 26 പോയിന്റാണ് അവർക്കുള്ളത്. അതുപോലെ രാജസ്ഥാൻ യുണൈറ്റഡിന് 24 പോയിന്റും ഷില്ലോങ്ങിന് 23 പോയിന്റുമാണുള്ളത്. എന്നാൽ GDയുടെ കാര്യത്തിൽ സെയിം 23 പോയിന്റ് ഉണ്ടെങ്കിലും ആ ഒറ്റ കാരണം കൊണ്ട് നാംദാരി 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 12 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന് മാത്രം 2-ാം സ്ഥാനത്ത് നിന്ന ടീം ഈ ഒരു കാരണം കൊണ്ട് ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക്, 6-ാം സ്ഥാനത്തേക്ക് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡേ ഗോകുലത്തിന് ഐസ്വാളസിക്കെതിരെ നടക്കുന്ന ഒരു മത്സരമുണ്ട്. അതിൽ വിജയിച്ചാൽ ചിലപ്പോൾ നാംദാരി 7-ാം സ്ഥാനത്തേക്ക് വരെ പോകാനുള്ള സാധ്യതകളുണ്ട്. സോ ഐ ലീഗിൻ്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി നമുക്കത് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിലവിലും ഞാൻ ഇനിയിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് തന്നെ മാറ്റി പറയേണ്ടി വരും. കാരണം 9-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് വരെ ഇപ്പം ക്ലിയർ ആയിട്ടുള്ളൊരു സാധ്യതകളുണ്ട്. ഇനിയും പല ടീമുകൾക്കും ഈ പറഞ്ഞതുപോലെ 6-7 മത്സരങ്ങളൊക്കെ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസോടുകൂടി തന്നെയാണ് ഐ ലീഗ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിമിഷം പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.